السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പൊരുത്തത്തിലായി അവൻ്റെ ഇഷ്ടത്തിലായി ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായിട്ടുള്ള റമളാനിൻ്റെ ദിനരാത്രങ്ങൾ കടന്നു പോവുകയാണ്. റമളാൻ പകുതിയും വിട്ട് സഞ്ചരിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ളത് ലൈലത്തുൽ ഖദറാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു പുണ്യരാത്രി. അള്ളാഹുവിൻ്റെ അടിയങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി അള്ളാഹുവിന് നിസ്കാര കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഹസ്തദാനം ചെയ്യുന്ന, നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുന്ന, എല്ലാ പാപങ്ങളും പടച്ച റബ്ബ് കഴുകിക്കളയുന്ന ലൈലത്തുൽ ഖദർ, പരിശുദ്ധമായ മാസം. എല്ലാം വരുമ്പോഴും എല്ലാ ദിനരാത്രങ്ങളും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഖൽബ് അതിനു വേണ്ടി ഒരുങ്ങണം. ഏതെങ്കിലും ഒരു സമയത്തെൻ്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തിച്ച് നമ്മളൊന്ന് കരയാൻ തയ്യാറായിട്ടുണ്ടോ എന്നാണ് നാം ഒക്കെ ചിന്തിക്കേണ്ടത്. അള്ളാഹു തന്ന ആയുസ്, അള്ളാഹു തന്ന സമയം കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടെ പോകാൻ നമുക്ക് കഴിയണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ആഖിറ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നാം ചെയ്ത അമലുകളും ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളും തെറ്റുകളും കുറ്റങ്ങളെല്ലാം പരിശോധിക്കുന്നൊരു സമയം നമ്മുടെ മുമ്പിലേക്ക് വരാനുണ്ട്. ഒരു ഭാഗത്ത് നരകം, മറുഭാഗത്ത് സ്വർഗം. ഒരു ചാൺ അകലെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ചൂടേറ്റുകൊണ്ട് മഹ്ശറിൽ നാം ജീവിക്കുമ്പോൾ ഇതെല്ലാം നമ്മളെ മുമ്പിലേക്ക് വരാനുണ്ട് എന്ന ഒരു വിശ്വാസം, ഒരു ഈമാൻ നമ്മുടെ ഖൽബിലുണ്ടാവണം. പടച്ചോനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയി, അല്ലാഹ് എനിക്ക് പൊറുക്കണം എന്നുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായാൽ എല്ലാം അല്ലാഹു നമുക്ക് പുറത്തു തരും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, 100 മനുഷ്യനെ കൊന്ന മനുഷ്യനക്ക് പോലും അള്ളാഹു പുറത്തു കൊടുത്തു. അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട്, അള്ളാഹുലേക്ക് കരമുയർത്തിയിട്ട് അള്ളാഹുലേക്ക് ഒന്ന് തേടിയാൽ എല്ലാം അള്ളാഹു പുറത്തു തരും. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ഖുർആൻ. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് ഒരടിമ ആരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട്, അള്ളാഹുവേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു അല്ലാ, ഞാൻ ഒരുപാട് വേണ്ടാത്തത് ചെയ്തു അല്ലാ, റബ്ബേ എനിക്ക് നീ പുറത്തു തരണം അല്ലാ എന്ന് പറയാനുള്ളൊരു മനസ്സ് ഒരു അടിമ കാണിക്കണം. അത് യജമാന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒറ്റ നിമിഷം മതി നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ. അതുകൊണ്ട്
അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ ചെറുപ്പക്കാരെ, അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിലേക്ക് പോവാതെ ഖൽബ് ശുദ്ധമാവാൻ ഈ റമളാൻ ഉപകാരമുണ്ടാവണം, ഉപകരിക്കണം എന്നാണ് വളരെ സ്നേഹത്തോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് അള്ളാന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യനാണ്, ഞാൻ ഒരുപാട് വേണ്ടാത്തത് ചെയ്ത മനുഷ്യനാണ്. അള്ളാഹുവിനോടൊന്ന് പൊറുക്കലിനെ തേടാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആ ഫക്കീറായ സാധുവായ മനുഷ്യൻ വന്നിട്ട് അള്ളാന്റെ ഹബീബിനോട് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ എന്ത് തെറ്റാ ചെയ്തത്? അയാൾ പറയാണ്, മുത്തുനബിയെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത മോശമായ പ്രവർത്തനം എൻ്റെ അടുത്ത് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ സ്വഭാവങ്ങളും ചീത്തയായ സ്വഭാവങ്ങളുണ്ടായിരുന്നു. ഞാനിതാ ഖൽബ് കൊണ്ട് പടച്ച റബ്ബിലേക്ക് മടങ്ങുകയാണ്. അല്ലാഹു എനിക്ക് പുറത്തു തരാൻ നബിയെ നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? ആ സമയത്ത് ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മനുഷ്യ ആരുമില്ലാത്ത സമയത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത് അള്ളാന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് അവനാൻ പറഞ്ഞ തെറ്റുകള്, പ്രയാസങ്ങള്, പ്രശ്നങ്ങള് എല്ലാം അല്ലാഹുവിനോട് പറഞ്ഞാൽ എല്ലാം അല്ലാഹു മാപ്പാക്കി തരുന്നതാണ്. എന്ത് തെറ്റ് പറഞ്ഞാലും, എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹുവിനോടൊന്ന് പറഞ്ഞാൽ എല്ലാം അല്ലാഹു മാപ്പ് തരും. ആ ഒരു റമളാനായി പരിശുദ്ധമായ ഈ റമളാനിനെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ റമളാൻ മുതലായി, ഈ റമളാൻ സന്തോഷത്തിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ ഒന്ന് നന്നാവാനാണ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത്. നിസ്കാരങ്ങൾ നിർവഹിച്ചോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ, നോമ്പ് നിർവഹിച്ചോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ, സകാത്ത് കൊടുത്തോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ, ഹജ്ജ് ചെയ്തോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ, പടച്ചവനെ 64 വയസ്സുവരെ അള്ളാന്റെ ദുനിയാവിൽ ജീവിച്ചിട്ട് ഇതൊന്നും ഞാൻ ചെയ്യാതങ്ങ് മരണപ്പെട്ടു പോയാൽ അല്ലാഹുവിൻ്റെ നരകക്കുണ്ടാരമാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, അങ്ങനെ നല്ല കർമ്മങ്ങൾ നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട്, നോമ്പുകൾ നിർവഹിച്ചുകൊണ്ട്, ഹജ്ജുകൾ നിർവഹിച്ചുകൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാവാനുള്ള മനസ്സ് അല്ലാഹ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അതിനൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ വേണ്ടത് ഈമാനാണ്. ഈമാൻ നമ്മുടെ ഖൽബിലുണ്ടോ, നിസ്കാരം സന്തോഷമാണ്. ഈമാൻ നമ്മുടെ ഖൽബിലുണ്ടോ, നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഇബാദത്തുകളെല്ലാം സന്തോഷമാ. അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് കരമുയർത്തുമ്പോൾ ഈമാനുള്ളവൻ്റെ മനസ്സ് പിടയുന്നു. അവൻ വല്ലാത്ത ബേജാറിലാണ്, സങ്കടങ്ങൾ അല്ലാഹുവിനോട് പറയുന്നത്. ഹജ്ജിന് പോയവർ ഈ കൂട്ടത്തിലില്ലേ? ഉംറക്ക് പോയവർ ഈ ശബ്ദം കേൾക്കുന്നില്ലേ? എത്ര നല്ല വിശ്വാസികളാണ് കഅബാലയത്തിൻ്റെ ഹജറുൽ അസ്വദ്, റുക്നുൽ യമാനി പോലുള്ള സ്ഥലത്ത് ആ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരയുന്നത്. അല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ഈമാനാണ്. അങ്ങനെയുള്ള ഈമാൻ നമുക്കുണ്ടെങ്കിൽ, ഈമാൻ എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ മുഖത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും.
ഈമാൻ എന്ന് പറയുന്നത് അവൻ്റെ നടത്തത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. ഈമാൻ എന്ന് പറയുന്നത് അവൻ്റെ സ്വഭാവത്തിൽ പ്രത്യക്ഷപ്പെടും. ആരോടും തട്ടിക്കയറാനില്ല, ഒരു ശാന്തമായ നിലപാട്. വിശുദ്ധമായ ഖുർആൻ എടുക്കുമ്പോൾ തന്നെ ഒരു സൂക്ഷ്മത. ഒരു മൗലൂദിന്റെ സദസ്സിൽ ഇരുന്നാൽ വളരെ അദബോടെ ഇരിക്കും. ആലിമീങ്ങളെ കാണുമ്പോൾ എണീറ്റ് നിൽക്കും. സയ്യിദന്മാരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യും. അവർക്ക് അഹങ്കാരങ്ങളില്ല, കിബറുകളില്ല, ഏഷണിയില്ല, പരദൂഷണങ്ങളില്ല. മനസ്സ് മുഴുവനും ശാന്തതയാണ്. അങ്ങനെയുള്ള ജീവിക്കാൻ അങ്ങനെയുള്ള മനുഷ്യന്മാർ കഴിഞ്ഞുപോയി. അങ്ങനെ ജീവിച്ച മനുഷ്യന്മാർ കഴിഞ്ഞുപോയി. ഈമാൻ അതൊരു വിശ്വാസമാണ്. നമ്മൾ പറയില്ല തല പോയാലും വാക്ക് മാറൂല. തല പോയാലും വിശ്വാസത്തിനൊരു കോട്ടുണ്ടാവരുത്. അവിടെയാണ് നാം ഒക്കെ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് മഹത്തുക്കളുടെ ചരിത്രം നമ്മൾ പറയാറുണ്ട്. ബദറിന്റെ കഥയിലും ഞാൻ പറഞ്ഞത് ഈമാനാണ്. വിശ്വാസം നന്നാവണം, ഖൽബ് അല്ലാഹുവിലേക്ക് അടുക്കണം. അതല്ലേ ഒരുപാട് മഹത്തുക്കളുടെ ചരിത്രം നമ്മൾ പറയാറുണ്ട്. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളെ കഥ നമ്മൾ പറയാറുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കഥ പറയാറുണ്ട്. മഹാനായ ഉസ്മാൻ തങ്ങളെ കഥ പറയാറുണ്ട്. മഹാനായ അലിയാർ തങ്ങളുടെ കഥ നമ്മൾ പറയാറുണ്ട്. ആരംഭ പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് എന്തു പറയുമ്പോഴും അവരതങ്ങ് അപ്പടി വിശ്വസിക്കുന്നു. ആ കർമ്മം അവർ ചെയ്യുകയാണ്. അവരെ നീയത്ത് റബ്ബേ സ്വർഗമാണ്, ആഖിറ വിജയമാണ്. വിശ്വാസമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നാക്കേണ്ടത്. നമ്മുടെ കൽബിലങ്ങ് വിശ്വാസം വന്നു പോയാൽ ആർക്കും എതിർക്കാൻ കഴിയാത്ത വിശ്വാസം, അല്ലാഹ് എന്ന് പറയുന്ന ചിന്തയാ നമ്മുടെ കൽബിലേക്ക് കയറി വരേണ്ടത്. നിങ്ങൾക്കറിയുമോ മാഷിത ബീവി ആരായിരുന്നു? നഫീസത്തുൽ മിസ്രിയ ബീവി ആരായിരുന്നു? ഇവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് നമുക്ക് പോവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആസിയ ബീബി ആരായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ? ഈറ്റ ചരിത്രം ഞാനൊന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുമായിട്ട് രക്ഷിതാക്കളുമായിട്ട് പങ്കുവെക്കട്ടെ. ഫിർഔന്റെ കൊട്ടാരത്തിൽ ഒരു അടിമയായിരുന്നു മാഷിത ബീവി. അവസാനം മാഷിത ബീവി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. തൻ്റെ ഭർത്താവിനെ മതത്തേക്ക് കൊണ്ടുവരികയാണ്, മക്കളെയും അതിലേക്ക് കൊണ്ടുവരികയാണ്. ഫിർഔന്റെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോഴും മാഷിതാന്റെ ഖൽബിൽ അല്ലാഹ് മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുന്നു. ഒരു സമയത്തതാ ഫിർഔന്റെ മകൾക്ക് മുടി ചീകി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കഴിയിൽ നിന്ന് ചീർപ്പ് തായോട്ടങ്ങ് വീണു പോകുന്നു. ആ സമയത്ത് മാഷിത ബീവി അതെടുക്കാൻ വേണ്ടി നിന്നപ്പോൾ നാവിലൂടെ പറഞ്ഞു പോയി അല്ലാഹ്. മകള് കേൾക്കുന്നു, മകള് ചോദിക്കുന്നു, എൻ്റെ ഉപ്പയല്ലാത്ത വേറൊരു അല്ലാഹു ആരാ? ആ സമയത്ത് മാഷിത ബീവിയോടങ്ങ് ചോദിക്കുമ്പോൾ മാഷിത ബീവി പറയുന്നു, നിന്റെ ഉപ്പയല്ലാത്തൊരല്ലാഹുണ്ട്. ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന അല്ലാഹുവിനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. മൂസാ നബിയെ നബിയായി ഞാൻ
ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഉടനെ അതാ മകൾ ഉപ്പയോട് കാര്യം പറയുന്നു. ഉപ്പ മാഷിത്ത ബീബിനെ വിളിപ്പിക്കുകയാണ്. മാഷിത്ത, ആരെയാണ് നീ വിശ്വസിക്കുന്നത്? ഞാനാണല്ലോ അല്ലാഹു, ഞാനാണല്ലോ അല്ലാഹു എന്ന് ഫിർഔൻ പറയുമ്പോൾ ഫിർഔന്റെ മുഖത്ത് നോക്കിയിട്ട് മാഷിത്ത ബീബി പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെപ്പോലുള്ളൊരു പെണ്ണായിരുന്നു. ഓ മാഷിത്ത ബീബി ഫിർഔന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, നീയല്ലാത്ത അല്ലാഹുണ്ട്, നിങ്ങളെല്ലാം അടക്കി ഭരിക്കുന്ന അല്ലാഹുണ്ട് എന്ന് പറയുമ്പോൾ ഫിർഔന് ദേഷ്യം പിടിക്കുന്നു. ഫിർഔന്റെ കൊട്ടാരത്തിൽ നിന്ന് അല്ലാഹുവിനെ വിശ്വസിച്ചൊരു പെണ്ണിനതാ ഫിർഔന് കാണുകയോ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാനൊന്ന് അവസാനിപ്പിക്കട്ടെ. ആ ഫിർഔനതാ തൻ്റെ പട്ടാളക്കാരെ വിളിക്കുന്നു. മാഷിത്താ ബീവിയെ മലർത്തിയങ്ങ് കെടുത്തുകയാണ്. എന്നിട്ടതാ മാഷിത്താ ബീവിയുടെ നെഞ്ചിലേക്ക് മക്കളങ്ങ് ഇട്ടിട്ട് മാഷിത്താ ബീവിയോട് പറയുന്നു, മാഷിത്താ, ഇസ്ലാം മതത്തിൽ നിന്ന് പിന്മാറിക്കോ മാഷിത്താ. നിന്റെ മാറിടത്തിൽ അറക്കാൻ പോകുന്നത് മക്കളെയാണ്. ഏതുമ്മാൻ്റെയും മനസ്സ് പൊട്ടുന്ന സമയമാ. മാഷിത്താ ബീവിൻ്റെ മക്കളെ അറക്കുകയാണ്, രണ്ട് കഷ്ടമാക്കുകയാണ് നെഞ്ചിലിട്ട്. ഒരു ഭാഗം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തല തൊട്ടി ഒരു ഭാഗത്തേക്കങ്ങ് മറിഞ്ഞു വീണുപോയി. മറ്റു ഭാഗത്തേക്ക് മറുഭാഗത്തേക്കങ്ങ് വീണുപോയി. മാഷിത്താ ബീവിയുടെ കണ്ണിലൂടെ കൺബാഷ്പങ്ങൾ ചാലിട്ടൊഴുകുന്നു. അല്ലാഹുവിനെ തവക്കുലാക്കുകയാണ്. അവസാനം ചെറിയ പൈതലുണ്ടായിരുന്നു. മുലപ്പാല് കുടിക്കുന്ന ചെറിയ പൈതലിനെ മാഷിത്താ ബീവിയുടെ നെഞ്ചിലേക്ക് അങ്ങിട്ട് അമർത്തുകയാണ്. ആ സമയത്ത് മാഷിത്താ ബീവി കരയുകയാ. അല്ല മാഷിത്താ ബീവിയോട് പറയുന്നു, മാഷിത്താ, സ്വർഗമാണ് മാഷിത്താ, സ്വർഗമാണ്. മാഷിത്താ ബീവിൻ്റെ ഖൽബിൽ സന്തോഷമായി. ആ കുട്ടിയെയും അവർ കൊല ചെയ്യുന്നു. അവസാനം തിളച്ച് മറിയുന്ന എണ്ണ കൊണ്ടുവന്നിട്ട് മാഷിത്താ ബീവിയോട് പറയുന്നു, മാഷിത്താ, നിന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. നിന്റെ ഭർത്താവിനെ ഞങ്ങൾ കൊല ചെയ്തു മാഷിത്താ. നിന്റെ 3 മക്കളെയും ഞങ്ങൾ അറുത്ത് കൊല ചെയ്തു മാഷിത്താ. നിന്നെ ഞങ്ങളിതാ ക്രൂരമായി, വളരെ ക്രൂരമായി ഞങ്ങൾ കൊല ചെയ്യാൻ പോവുകയാണ് മാഷിത്താ. അതുകൊണ്ട് ഒരൊറ്റ കാര്യം പറയട്ടെ, ഇസ്ലാം മതത്തിൽ നിന്ന് പിന്മാറിക്കോ. ആ സമയത്ത് മാഷിത്താ പറയുന്നു, ഞാൻ ഒരിക്കലും മാറില്ല. അല്ലാ 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 എന്ന് പറയുന്ന മാഷിത്താ ബീവിയെ തളച്ച് ചിന്തുന്ന എണ്ണയിലേക്ക് അങ്ങ് വലിച്ചെറിയുന്നു. ഇത് ആസിയ ബീവി ഇങ്ങനെ കാണുകയാണ്, ഫിർഔന്റെ ഭാര്യ. അവസാനം മാഷിത്താ ബീവി ലോകത്തോട് വിട പറയുന്നു. എന്നിട്ട് ഫിർഔന് ചെന്നിട്ട് ഭാര്യയോട് ചോദിക്കുന്നു, ഭാര്യ, മാഷിത്താ ബീവിയെ കൊല ചെയ്തത് കണ്ടില്ലേ? ഇനി ഒരാളും പറയരുത് അല്ലാ എന്ന വാക്ക് ഞാനല്ലാതെ. കൂടെ കിടക്കുന്ന ആസിയ ബീവി പറയുന്നു, നിങ്ങളല്ലാത്ത മാഷിത്താ ബീവി സ്നേഹിച്ചു പോയ, മാഷിത്താ ബീവി വിശ്വസിച്ചു പോയ അല്ലാഹുവിനെ ഞാൻ വിശ്വസിക്കുന്നു. പടച്ചവനെ, കൂടെ കിടക്കുന്ന ഭാര്യയും ചതിച്ചല്ലോ. ആസിയ ബീവിയെ ക്രൂരമായി അവർ ആക്രമിക്കുന്നു. കഥങ്ങനെ പറഞ്ഞാൽ നീളുമെൻ്റെ പ്രിയപ്പെട്ടവരെ. അല്ലാ 2 ഭാഗത്തേക്കും വലിച്ചു കെട്ടിയിട്ട് തലക്കി പോട്ടാക്കി ആസിയ ബീവിനെ നിർത്തിയിട്ട്
പൊള്ളുന്ന വലിയ ദണ്ടെടുത്തിട്ട് ഗുഹ്യ സ്ഥാനത്തിലൂടെ കുത്തിയിറക്കുന്നു. അപ്പോഴും ആസിയ ബീവി പറയുന്നത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു പോയ ആ പടയുടെ ചരിത്രം നമ്മൾ മറന്നുവോ? അവരൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈമാനുള്ള നല്ല വിശ്വാസമുള്ള വനിതകൾ. അവരാണ് ഈമാനുള്ളവർ, അവരാണ് വിശ്വാസം നന്നാക്കിയവർ. അവർ ചെയ്യുന്ന ഇബാദത്തുണ്ടല്ലോ, അവർ ചെയ്യുന്ന നിസ്കാരങ്ങളുണ്ടല്ലോ, അവരുടെ ഖൽബിലുള്ള വിശ്വാസമുണ്ടല്ലോ, അതാണ് നാളെ സ്വർഗം കിട്ടുന്നത്. മാഷിത ബിവിയോടുകൂടെ ആസിയ ബിവിയോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ എൻ്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ പോയ സ്വർഗത്തിൽ നമുക്ക് പോകണമെങ്കിൽ ഒരൊറ്റ നിമിഷം ഈ റമളാനോടുകൂടെ നാം ചെയ്ത പാപക്കറകൾ അല്ലാഹുവിനോടൊന്ന് പറഞ്ഞ് മാപ്പിരുന്നാൽ നമ്മുടെ ഖൽബ് നന്നായി, നമ്മുടെ ഖൽബ് നന്നായി. ആ തൗബയുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് നമുക്കൊരുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മാഷിത ബീബി പോയ സ്വർഗം, ആസിയ ബീബി പോയ സ്വർഗം, അങ്ങനെയുള്ള നഫീസത്തുൽ മിസ്രിയ ബീബി പോയ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിലുണ്ട്. സർവശക്തനായ അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്ത് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിങ്ങനെ ഓരോരാളുകൾ കേൾക്കുമ്പോൾ പലവരും ഈ ദുആകൾ ആമീൻ പറയാറുണ്ട്. ഈ പ്രഭാഷണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും കുഴക്കല്ലേ റഹ്മാനെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണം അല്ലാഹ്, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. അംബിയാക്കൾ, ഔലിയാക്കൾ, സലഫ് സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, മുസന്നിഫീങ്ങൾ, മുഫസ്സിരീങ്ങൾ, മഹത്തുക്കൾ, മുഅ്മിനുകൾ, മുഅ്മിനാത്തുകളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ആഖിബത്ത് നന്നായി മരിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ നിസ്കാരങ്ങൾ, അമലുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ ഖബൂലിയത്ത് നൽകണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വശലാക്കല്ലേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് നൽകണം അല്ലാഹ്, റാഹത്ത് നൽകണം അല്ലാഹ്, മനസ്സമാധാനം നൽകണം അല്ലാഹ്. ഈ ശരീരം ഒരാൾക്കും ഭാരമാക്കല്ലേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട് അല്ലാഹ്. വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ആമീൻ പറയുന്ന വല്യമ്മാക്ക് രോഗമാണ്, ഉമ്മാക്ക് രോഗമാണ്, ഉപ്പാക്ക് രോഗമാണ്, മകൾക്ക് രോഗമാണ്. റബ്ബേ, പരിപൂർണ ശിഫാ നൽകണം അല്ലാഹ്, ആഫിയത്ത് നൽകണം അല്ലാഹ്, ആരോഗ്യം നൽകണം അല്ലാഹ്. എന്ത് രോഗങ്ങളാണെങ്കിലും കാഫി നീയാണ്, ഷാഫിയും നീയാണ് അല്ലാഹ്. പരിപൂർണമായ ശിഫാ നൽകണം അല്ലാഹ്. കാല് വേദനയുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. കാലിൻ്റെ മുട്ടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. ഊര വളക്കാൻ കഴിയാതെ ഡിസ്കിന് തകരാറുള്ളവരുണ്ട്. പലയാതി വേദന, മൈഗ്രീൻ പോലുള്ള തലവേദനയുള്ളവരുണ്ട്. ഷുഗർ ഇങ്ങനെ കൂടിയിട്ട് കണ്ണിലേക്ക്, നരമ്പിലേക്ക് രക്തസർക്കുലേഷൻ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ചെവി വേദനയുള്ളവരുണ്ട്. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വിറ്റാമിൻ ഡി കുറവുകളുണ്ട്, യൂറിക് ആസിഡ് കൂടിയിട്ട് കണുപ്പുകളില്ല, സകലം വേദനയുള്ളവരുണ്ട്. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ശ്വാസം മുട്ടലിൻ്റെ തകരാറ്, ഗ്യാസിൻ്റെ പുണ്ണിൻ്റെ അസുഖങ്ങളുള്ളവർ, പടച്ചവനെ,
റിയാക്റ്റിൻ്റെ പൊട്ടാസിയത്തിൻ്റെ ഹോർമോണിൻ്റെ തകരാറുള്ളവരുണ്ട് അല്ലാ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് അല്ലാ. പടച്ചവനെ പരിപൂർണ ശിഫാ നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം അല്ലാ. പടച്ചവനെ അപകട മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, മക്കളെ നൽകണം അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണം അല്ലാ. കടമുള്ളവരുണ്ട്, തീർത്തു കൊടുക്കണം അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണം അല്ലാ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. വീട്ടിൽ നീ ബർക്കത്ത് നൽകണം അല്ലാ. കുടുംബത്തിൽ നീ ബർക്കത്ത് നൽകണം അല്ലാ. സാഹിരീങ്ങളെ സിഹറിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാ. ചതിയന്മാരെ ചതിയിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാ. ഫത്താനികളെ ഫിത്നകളിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാ. ലാലിമീങ്ങളെ ദുൽമിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട്, ലായിക്കായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണം അല്ലാ. പടച്ചവനെ മുറാദ് ഒത്തിരിയുണ്ട്, ഹാസിലാക്കണം അല്ലാ. പ്രവാസികൾ പ്രത്യേകമായി ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലാ. അവർക്കൊരു സലാമത്ത് നൽകണം അല്ലാ, ഒരു സമാധാനം നൽകണം അല്ലാ. നാട്ടിൽ ജോലിയും ഏർപ്പാടുമുള്ളവരുണ്ട്, ബർക്കത്ത് നൽകണം അല്ലാ. പടച്ചവനെ ഉമ്മ മരണപ്പെട്ടവർ, ഉപ്പ മരണപ്പെട്ടവർ, കുടുംബക്കാർ, ബന്ധുക്കൾ, കൂട്ടുകാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കള് പലവരും മരണപ്പെട്ടവരുണ്ട്. ഖബറിനെ സ്വർഗമാക്കണം അല്ലാ. ആഖിറം സന്തോഷത്തിലാക്കണം അല്ലാ. മൗത്താവാനുള്ള ശരീരമാണ് റബ്ബേ, റാഹത്തിൽ മൗത്താവാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണം അല്ലാ. ആഖിറ വിജയം നൽകണം അല്ലാ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.